ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹെയ് ഗെയിമർ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ കുറേ ആയി നമ്മൾ കണ്ടിട്ടൊക്കെ അത് വേറെ ഒന്നും വന്നതല്ല. പ്ലെയർ ഓഫ് ദി വീക്ക് പറഞ്ഞ സാധനം കളിച്ചിട്ടില്ല, എടുക്കണ്ടേ അതൊക്കെ. ഗൈസ് ഇത് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. അങ്ങനൊരു സാധനം ഉണ്ട് 50 കോയിൻ. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ മാച്ചിന് എപ്പോഴും എടുക്കും. നമുക്ക് ബ്രസീൽ എടുക്കാം നല്ല. നമ്മൾ അർജൻറ്റീന ഫാനാണെങ്കിൽ ബ്രസീലിലാവും നല്ലതുണ്ടാവുക. ഗൈസ് ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് നമ്മൾ കളിക്കും. പിന്നെ നമ്മൾ വേറെ ടൈം 100 പൊട്ടിച്ചീന് കേട്ടോ. വേറെ ആദ്യം നമുക്ക് ഇതും കളിക്കണം, ജയിക്കണം എന്നൊക്കെ ഉണ്ട്. എയിം ഫോർ 5+ പോയിൻ്റ് അതൊക്കെ നമ്മൾ കളിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ 100 കറക്കുന്നതാണ്. നമ്മൾ വിടും. പിന്നെ എന്താ പറയുക, ഞാനൊരു 100 പൊട്ടിച്ചിട്ടുണ്ട്. പീറ്റർ ചെക്കൻ്റെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഷോർട്സ് ആയിട്ട് വരുന്നുണ്ട്, കമ്മിങ് ആണ്, ഓൺ ദി വേ ആണ്. പിന്നെ നമുക്ക് ആദ്യം പ്ലെയർ ഓഫ് ദി വീക്ക് എന്നുള്ള രീതിയിലുള്ള നമ്മൾ വന്ന് പ്ലെയർ ഓഫ് ദി വീക്ക് തന്നെ കളിക്കുന്ന അല്ലേ അതിൻ്റെ ശരിയായ ഭാഗം. പിന്നെ ഗൈസ് ഞാൻ പുതിയ ഫോർമേഷൻ തട്ടോ കണ്ടില്ല. 4-1-3 നല്ല ഫോർമേഷനാണ്, എനിക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലും നല്ല ഫോർമേഷൻ കൗണ്ടറിന് പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ വെച്ച് കളിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇസ്രായേലിൻ്റെ മഹാപാപങ്ങളാണ്. ഞാൻ കാര്യം ഇപ്പം തന്നെ പറഞ്ഞേക്കാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ 87 ഉള്ളൂ. അത് വേറെ കാര്യം. അതിൽ ഇസ്രായേലിൻ്റെ ഫാൻസിനാണ് എനിക്കിഷ്ടം. ആണെങ്കിൽ ഇറങ്ങി പോയിക്കോളി. എനിക്ക് അങ്ങനത്തെ ഫാൻസിനെ കാണുന്നതില്ല. അത് ഞാൻ പറയുന്നത് കഴിയുകയാണെങ്കിൽ ഇവിടെ ചെല്ലുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിലേ കുറവാണ്. എന്നാലും അങ്ങനത്തെ ഫാൻസിനെ കാണുന്നില്ല കേട്ടോ. ഞാൻ അവരൊന്നും അംഗീകരിക്കലില്ല. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് വേണ്ട. വേറെ ഒന്നുകൊണ്ടല്ല, ഈ ഇസ്രായേൽ പറഞ്ഞാൽ ഫലസ്തീനത്തെ പാവം കുഞ്ഞുങ്ങൾ എന്തിനാണ് വെറുതെ ഇതാക്കണമെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. വെറുതെ ഫലസ്തീൻ ആദ്യം അങ്ങോട്ട് നമ്മൾ ചെയ്തോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ ഇസ്രായേലിന് കൂടെ അമേരിക്ക ഉണ്ട് എന്നുള്ള ആകെ ഇതേ ഉള്ളൂ. ഫലസ്തീൻ ഇറാൻ ഉണ്ട് കൂടാ. ആരെങ്കിലും ആരെങ്കിലും ഗൾഫിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്നും പറ്റാതെ നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമുക്കിപ്പോൾ കയ്യുള്ളൂ ഇവിടുന്നൊക്കെ. നമ്മൾ കളി തുടങ്ങും കേട്ടോ. കണ്ടോണോ ഗൈസ്? ബോളും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ക്വിക്ക് കൗണ്ടറിൻ്റെ മെയിൻ പ്രശ്നം എന്താ പറയുക, ഡിഫൻസ് വൻ പൊട്ടലാവും. പക്ഷെ ബാക്ക് അങ്ങനെ ആവില്ല. അല്ല, ഡിഫൻസ് വൻ പൊട്ടലാവും, ബാക്ക് അങ്ങനെ ആവില്ല. ഫോർവേഡ് അങ്ങനെ ആവില്ല. 1 ബുള്ളറ്റും എല്ലാ കളി നമുക്ക് മുന്നിൽ നിന്ന് കിട്ടും. ഞാനൊരു ഗോൾ കാണിച്ചിട്ടേ. നമുക്ക് റൈറ്റ് കാർഡിന് കൊടുക്കാം. വെക്കാവിനാ പോയത്. പക്ഷേ ചെക്കന്മാരാണെങ്കിൽ ഇത് കളിയും ഗൈസ്. പിന്നെ എല്ലാവരും മണ്ടേ ഏത് ബാക്ക് വരുന്നു എന്ന് വിചാരിച്ച് ആവണ്ട. വേറെ ഒന്നും ഉണ്ടല്ല. ഏതാ ബാക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ബാക്ക് വരാൻ പോകുന്നത് പ്ലാറ്റീനിൻ്റെ ബ്ലാക്ക് കേട്ടോ. പ്ലാറ്റീനിൻ്റെ ബാക്ക് ആകുമ്പോൾ കിണ്ണ സാധനമാവും. പ്ലാറ്റീന ഒരു ഫസ്റ്റത്തെ ആഴ്ച നല്ല 2 ബാക്ക് കൊണ്ടുവന്നാലും അർത്ഥം എന്താ പറയുക, നമ്മളെ പൈസ ആദ്യം എല്ലാം പൊട്ടിക്കണം എന്നാണ്, റിയൽ പൈസ. എന്നിട്ട് റൂമിനിങ്ങൊക്കെ വരുമ്പോൾ എല്ലാവരും അതിലും പൊട്ടിക്കും. അപ്പോൾ അവർക്ക് കുറേ പൈസ കിട്ടും. അതാണ് ഓരോ പ്ലാൻ. കൊണ്ടുവരുമ്പോൾ എല്ലാം കൂടി അടുപ്പിച്ചെല്ലാം കൊണ്ടുവരും, മനസ്സിലായോ? അപ്പോൾ എല്ലാവരും കൂടി അടുപ്പിച്ച് പൈസ എല്ലാം പൊട്ടിക്കും ചെയ്യും. അതാണ് ഈ കൊണാമിൻ്റെ മെയിൻ പ്ലാൻ പറഞ്ഞാൽ. പക്ഷെ നമ്മളൊക്കെ F2P യൂസറാണല്ലോ, അങ്ങനെ പൈസ പൊട്ടിക്കാത്ത ആൾക്കാരാണല്ലോ നമ്മളൊക്കെ. ബെക്കാം, ഒരു കാൻഡോണ, മുസിയാല, കാൻഡോണ. കാൻഡോണ ഒരു ഷോട്ട് ഓഫ് ഒന്നും ഓൺ ടാർഗറ്റ് പോകണില്ലാത്തേ ഉള്ളൂ കേട്ടോ. ഓൺ ടാർഗറ്റ് പോയാൽ പിന്നെ കളി വിജയമാണല്ലോ, വിജയമാണല്ലോ. നമുക്ക് ഇന്ന് ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് സ്പിൻ ചെയ്യാം, നാളെ അടുത്ത പ്ലെയർ ഓഫ് ദി വീക്ക് സ്പിൻ ചെയ്യാം. അതാവില്ല നല്ല. പക്ഷേ ബുള്ളറ്റ് ഒന്ന് പോസ്റ്റ് കടി. ഇന്നൊന്നും അല്ല, ഒന്നല്ലേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇന്ന് തന്നെ തീർത്തേക്കാം. ഓ ഗൈസ്, ഫാൻ ബൂട്ടും കുത്തിക്കാം. ബെക്കാം, കാൻഡോണ,
മുസിയാല, ബോജാൻ, ബോജാൻ, ബെല്ലടി. നല്ല ക്രോസാണ് ഈ കുത്തുന്ന് പറഞ്ഞത്. നല്ല ക്രോസ് തന്നെ അവിടെ എത്തിയില്ല. ഇപ്രാവശ്യം ഒരു ഹെഡിങ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ കരാം. ആ ഹെഡിങ് തന്നെ നമ്മൾ കൊണ്ടുവരാൻ പോകട്ടോ. ഈ ഹെഡിങ് എന്താന്ന് പറഞ്ഞാൽ ഇതാറണ്ട കണ്ടോട്ടോ. റൈക്കാട അല്ലെങ്കിൽ ബെക്കാം. ഡൊനാഡോണി അവിടെ എത്തിയാ ഞാൻ പ്രതീക്ഷിച്ചില്ല. ബെല്ലടി ബെല്ലടി വാൻ ബ്യൂട്ടൻ ബെല്ലടി ജമാൽ മുസിയാല ബെല്ലടി ജമാൽ മുസിയാല റൈക്കാട്. റൈക്കാട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ്ട്. ഒരു ബുള്ളറ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് അങ്ങനെ പോസ്റ്റിക്ക് പോയി പക്ഷേ കീപ്പർ കിട്ടി. ഇതൊരു കിടിലൻ ഹെഡർ എല്ലാവരും ഇതാക്കേണ്ടത് നിങ്ങൾക്കറിയാം. നമ്മൾ കിടിലൻ ഹെഡർ നമ്മൾ ചെയ്യാൻ തന്നെ പോവാണ് ഗൈസ്. നമുക്ക് സ്ക്രാച്ച് 6 ബോക്സ് ആക്കുക. എന്നിട്ട് അങ്ങനെ വെച്ചാൽ മതി. ഇത് ഗോൾ ഉറപ്പുള്ള കുത്തലാണ്. അവിടെ ബുള്ളറ്റ് കുത്തറാ. അല്ലാ ഗൈസ്, കോർണറിൽ ഒരു ട്രിക്ക് ഉണ്ട്, ഞാൻ മറന്നുപോയി ചെയ്യാൻ. അത് ഞാൻ ഇനിയൊരു കോർണർ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഒരു ട്രിക്ക് ഉണ്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. കിട്ടട്ടെ. ഡൊനാഡോണി ഗൈസ്, ഡൊനാഡോണി ആദ്യം അടി ഗോള്. ഇത്രക്കും നേരം കാൻറ്റോണിയും എന്താ പറയുക ബെക്കാമും കൂടിയും ആണ് പൊളിച്ചിട്ടുള്ളത്. ബെക്കാം ജമാൽ മുസിയാലും ബെക്കാമൊക്കെ കൂടി ഫസ്റ്റ് ടൈം ഡൊനാഡോണി പൊളിച്ച് ഗോളുമായിട്ടാണ്. ഡൊനാഡോണി മതി പോകാനായിട്ട്. ഡൊനാഡോണി ഏതാ കളി. ഡൊനാഡോണിനെ കുറച്ച് കത്തിക്കാം. അപ്പോൾ ഡൊനാഡോണി ഭയങ്കര കളി കളിച്ചോളൂ. എങ്ങനാ ആ ബുദ്ധി അപാരം തന്നെ. ഓസ്കാർ ഗൊലൗക്ക് ഹുയിസൺ ഡൊനാഡോണി റോബർട്ട് ഡൊനാഡോണി ഗൈസ്. വീണ്ടും പോയി ബോൾ പോകട്ടോ. ഓസ്കാർ ഗൊലൗഗോ ഗൈസ്. മനോർ സോളോമോൻ ഗൈസ്. നല്ലൊരു ടാക്കിള്. നല്ല പോകട്ടോ. അറ്റാക്കിംഗ് ആണ് ബോജാൻ എറിക് ക്യാനോൻ്റെ അടുത്ത ഷോട്ട് അതും കൂടെ ഉണ്ട്. ഞാൻ ഇനി കോർണർ എടുക്കുമ്പോൾ ട്രിക്ക് ഉണ്ട് പറഞ്ഞപ്പോൾ ട്രിക്ക് എടുക്കാൻ തരുന്നില്ല. കീപ്പർ തട്ടുന്നില്ല. ഇപ്പോൾ ഫുള്ള് ഗോളാവുകയാണ്. പിന്നെ കോർണർ കിട്ടിയാൽ ഗോളാണെന്ന് എല്ലാവർക്കും അറിയാം. ബോജാൻ ക്യാൻറ്റോണൊക്കെ കിട്ടൂല ഗൈസ്. ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബോൾ എടുക്കുമല്ലോ. ഹീസൺ ബെല്ലട്ടി മുസിയാല ബോജാൻ. ഗൈസ് ഓഫ് സൈഡൊന്നും കിട്ടിയിട്ട് കാര്യമില്ല മോനെ. ഒരൊക്കെ കളിച്ചാൽ ഓഫാവും, ഒരെന്ന് കളിച്ചാൽ ഓഫാവും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് നോക്കിയേക്കാം. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കരുത്. ലൈക്കും കമൻറ്റും എല്ലാം ഇടണം ഗൈസ്. നമുക്ക് വീണ്ടും കളി തുടങ്ങിയിട്ടാ. നാച്ചിമിയാസ് റൈക്കാട് കാൻറ്റോണ ഡൊനാഡോണി ബെക്കാം പറഞ്ഞത് ഞാൻ കാണിച്ച അടിയൊക്കെ എന്താന്ന്. കോർണർ. ഞാൻ കോർണറിൽ ട്രിക്ക് ഉണ്ട് പറഞ്ഞല്ലേ. അതിലിപ്പോൾ കാണിച്ചത് ഗൈസ്. കോർണറില്ല ഒരു 1.5 ട്രിക്ക് ഉണ്ട്. നമ്മൾ ആദ്യം പോസ് വെക്കണം. നമ്മൾ ഇങ്ങോട്ട് പോകണം. ഇൻ മാച്ച് റൂൾസ് പോയിട്ട് ഇതാ ഡാനിയൽ വാൻ ബൂട്ടനോട് നിൽക്കണം. നല്ല ഹൈറ്റുള്ള സാധനമല്ലേ. അപ്പോൾ കാണിച്ചുതരാം. എന്നിട്ട് ഇതെടുത്തിട്ട് ബെക്കാമിന് കൊടുക്കണം ഗൈസ്. വാൻ ബൂട്ടൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ട്രിക്കാണ്. ഒരുമാതിരി മറ്റോടത്തെ പരിപാടിയാണെങ്കിലും വാൻ ബൂട്ടാ. ഗൈസ് പോട്ടെ. ഗൈസ് ഇതാണ് ട്രിക്ക്. കണ്ടില്ലേ, പോസ്റ്റിക്ക് കയറേണ്ട സാധനമാണ്. ഭാഗ്യത്തിന് വാൻ ബൂട്ടൻ്റെ നാക്കാണ് കുത്തിയിട്ടുണ്ടെങ്കിൽ ഗോൾ ഉറപ്പായ സാധനമാണ്. അത് വാൻ ബൂട്ടൻ ഒന്നുകൂടി ഒന്ന് പെർഫെക്ഷൻ കൊണ്ട് എത്തിയാൽ മതി ഗൈസ്. അങ്ങനെ ചെയ്യട്ടെ. കോർണറിന് ഇതാക്കണമെങ്കിൽ ഡൊനാഡോണി ഒരു ഗോൾ വരട്ടെ. കാൻറ്റോണ വരട്ടെ ഗൈസ്. ഇക്കളി നമ്മൾ പിടിച്ച് കളിയൊക്കെ നമ്മൾ സുഖമായിട്ട് ജയിക്കും. അത് ഉറപ്പായിട്ടുണ്ട്. എന്നാലും ഉറപ്പിച്ച് തന്നിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്ന് നമ്മൾ പൂസും ഗൈസ്. ഇസ്രായേൽ എന്താ പറയുക റിയലിൽ ഇങ്ങനെ പൊട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എനിക്ക്.
എന്തിനാരോ പൊട്ടുമ്പോൾ റിയൽ പൊട്ടിയാൽ പോരാ, ഓരോ സ്ഥലത്തൊക്കെ ഒന്ന് ബോംബ് വീണാൽ അതൊക്കെ മനസ്സിലാവുള്ളൂ. ഡൊനാഡോണി ഇന്നൊരു അവസാനമാണെന്ന് ഡൊനാഡോണിയും ക്യാൻറ്റോണും കൂടി കാണിച്ചു കൊടുക്കും ഗൈസ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ ക്യാൻറ്റോണ 2 ഗോളായി, ഡൊനാഡോണി 2 ഗോളായി. ഇനി ബെക്കാമിനെ കൊണ്ട് പൂസ ഗൈസ്. ബെക്കാം ആകുമ്പോൾ ബുള്ളറ്റ് കൊണ്ട് ട്രൈ ചെയ്താൽ പോകാൻ സാധ്യതയുണ്ട്. വാൻ ബൂട്ടൻ ഗൈസ്, ചെക്കന്മാർക്ക് കോർണർ ഇട്ടിട്ടുണ്ട്. എലിദാസ അത് തിങ്കളാഴ്ച വരുന്ന ബാക്ക് ഞാൻ പറഞ്ഞു പ്ലാറ്റിനിയാണ്. കിണ്ണം ബാക്കാവും, കറക്കൊണ്ടവരുണ്ടെങ്കിൽ കറക്കിക്കോളി. പൈസ റിയലിൽ പൊട്ടിക്കഴിഞ്ഞിട്ടുള്ളവർ പൊട്ടിച്ചോളി. നല്ല ബാക്ക് തന്നെ ആവും, കുറച്ച് ബാക്ക് തന്നെ ആവും ഗൈസ്. അപ്പോൾ ബെക്കാമിനെ കൊണ്ട് ഞാൻ ഓലടിപ്പിക്കാൻ പറഞ്ഞിരുന്നു. ആ വാക്ക് വലിച്ചുകൊണ്ടാണ് ബെക്കാം ഓടുന്നത് ഗൈസ്. ബെക്കാം കൈക്കന്ന് പോയിട്ടുണ്ട്. പോയാലെന്താ തിരിച്ചെടുക്കാൻ ആൾക്കാരില്ലാന്ന് വിചാരം, തിരിച്ചെടുത്ത് വാൻ ബൂട്ടും ബെക്കാമിനെ തന്നെ കൊടുത്ത് അന്നേരം വെടി 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 വാങ്ങണം എന്നൊക്കെ പറയാം ഗൈസ്. പ്ലെയർ ഓഫ് ദി വീക്ക് സ്പിന്നിങ് ആണ്. അതിന് ഇനിയുണ്ട് ഒരു കളിയും കൂടി. ആ കളിയും കൂടി ഇനി കളിച്ച് കഴിഞ്ഞിട്ട് സ്പിന്നും ചെയ്ത് അതിലത്തെ മെയിൻ ആളെന്ന് എടുക്കുമ്പോൾ കിട്ടുന്ന സമാധാനമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സമാധാനം. റൈറ്റ് കാർഡ് ബെക്കാമിന് ഇട്ടിട്ടാ ഗൈസ്. ഇസ്രായേൽ ഇന്നൊരു ഗോൾ ഇടില്ല, വാശിയാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് 4 ഇട്ട് കൊടുത്തില്ലേ, ഇനി ഇട്ടെടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ട് കേട്ടോ. ബെക്കാമനെ വേണമെന്നൊന്നുമില്ല, അടിച്ചാൽ പോരെ. നീ ഏതൊക്കെ ഇസ്രായേൽ ആണല്ലോ നമ്മൾ തീർക്കാൻ പോവാ. അങ്ങോട്ട് പാസ് പോകാതല്ല, അതിന് അഡ്വാൻറ്റേജ് ഫൗളാ പോവാ. കയ്യിലില്ല, നമുക്കതൊന്നും വിഷയമല്ല. നമ്മൾ എത്ര വട്ടം കണ്ടാണ് ബ്രോ, തീർക്കാൻ പോവുകയാണ്. നിൽക്കട്ടെ, കീപ്പറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആയിക്കോട്ടെ, കുത്തിക്ക ക്യാൻറ്റോണ ഗൈസ്. ബോൾ പോയി. ഗൈസ് വാൻ ബൂട്ടൻ നമ്മൾ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കണമെന്നില്ല എനിക്കറിയാം. പക്ഷേ നമ്മൾ ഇസ്രായേലിനൊന്ന് തേമ്പും, ഇസ്രായേലിനൊന്ന് അറത്തിടും ഗൈസ്. ബ്ലസർ ഗൈസ് ഒരു ഗോൾ ഇടാൻ സമ്മതിക്കൂല, ഉറപ്പാണ്. അപ്പടി ഒരു ഗോൾ ഇട്ടാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ എനിക്കറിയാം. 4-1 നമ്മൾ വിജയിച്ചിരിക്കുകയാണെങ്കിലും ഞാൻ ഇടാൻ സമ്മതിക്കൂല, എനിക്ക് അത്രേ പറയാനുള്ളൂ ഗൈസ്. ഒരു ഗോള് ഇട്ടാൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗീവ് അവേ 100 റുപ്യ ആദ്യം കമൻറ്റ് ചെയ്യണവരെ ഒക്കെ ഞാൻ 100 റുപ്യ വെച്ച് തരുന്നതാണ്. ഒരു ഗോൾ ഇട്ടാൽ ഒരു ഗോൾ ഇട്ടാൽ ഗീവ് അവേ ആണ് 100 റുപ്പീസ്. ആദ്യം കമൻറ്റ് ഇട്ടുന്നവർക്ക് കിട്ടുന്നതാവും എന്നാൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. യെസ് ബെക്കാം, ഞാൻ വാക്ക് പറഞ്ഞ വാക്കാട്ടോ. 100 റുപ്യ ഞാൻ തരും ആദ്യം കമൻറ്റ് ഇട്ടുന്ന ആൾക്കാർക്ക്. ഞാൻ തരും എന്ന് പറഞ്ഞാൽ തരും, പക്ഷേ വെറുതെ തരൂല. ആദ്യം ഇത് എടുക്കണം, വേറെ ഒന്നുമല്ല. ആദ്യം ഒരു ഗോൾ ഇടണം. ഒരു ഗോൾ ഇട്ടാൽ കമൻറ്റിൽ ആദ്യം ആരാണ് ഇടുന്നത് ഓർക്ക് ആണ് നമ്മൾ 100 റുപ്പീസ് സമ്മാനമായി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഗോൾ വലിയ നമുക്ക് കളി ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ 5 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു ഗോൾ ഇട്ടാലോ നിങ്ങൾക്ക് ഫസ്റ്റ് കമൻറ്റ് ഇടുന്ന ആൾക്ക് 100 രൂപ ആണ് കിട്ടാൻ പോണത് ഗൈസ്. കാരണം നമുക്ക് എല്ലാ ടൈമും ഇവിടെ തന്നെ വേസ്റ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ട് ട്രിക്ക്. ഞാൻ അങ്ങനെ 100 റുപ്യ ഒന്നും വിടൂല ഗൈസ്. അതാണ് ടൈം ഉണ്ട്. വെള്ളത്തിൻ്റെ പകരം ബ്ലിറ്റ്സും പോയിട്ടുണ്ട് ഗൈസ്. കളി കഴിഞ്ഞ് അപ്പോൾ 100 റുപ്പീസ് ഇല്ല കേട്ടോ, 100 റുപ്പീസ് ഇല്ല. നമ്മൾ ഇസ്രായേലിനെ അവിടെ വെച്ച് തേമ്പിയിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല, അറത്തിട്ടുണ്ട് ഇസ്രായേലിനെ. നല്ല മുടക്കന്നെ. എന്താപ്പോൾ അവർക്ക് എല്ലാത്തിനും കൊല്ല, ഒന്നും പ്രശ്നമില്ല ഗൈസ്. ഒന്നും കൂടി ഉണ്ട്, നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകട്ടോ. അപ്പോൾ ആദ്യം നമുക്കത് ഓപ്പൺ ചെയ്യാം. ഒന്നുള്ളൂ, നമ്മൾ ഇതിലാണ് ഓപ്പൺ ചെയ്യണത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, മെസ്സിനെ കിട്ടിട്ടാ ഒരു 50 കോയിനോ 10 കോയിനെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കൊണാമിൻ്റെ ഇരിക്കുന്നത്. ഇനി ഏതൊക്കെ തരും നമുക്ക് നോക്കാം. ഹൈർ ഗൈസ്, ഏത് നല്ലത് തന്നിട്ടില്ല. അങ്ങനെ ഇനി ഏത് കിട്ടുമെന്നും പോകുന്നില്ല. പോയിൻ്റിൽ വ്യക്തി 10 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കളിയും കൂടി നമ്മൾ കളിക്കുന്നു. പ്ലെയർ പോയി സ്പിന്ന് ചെയ്യുന്നു. അപ്പോൾ ഗൈസ് നമുക്ക്
ക്രിസ്മസ് എന്നൊരു ക്ലബിനാണ് കിട്ടിയിട്ടുള്ളത്. ക്ലബല്ല, രാജ്യത്തിനാണ് കിട്ടിയിട്ടുള്ളത്. അതിന് നമുക്ക് അറുത്തിട്ട് വരാൻ കൈസ്. അറവുശാലയാണല്ലോ. ജമാലു അൽ മുസിയാല അൽ പാമറു റോബർട്ട് ബെനാഡോണി ഫെർണാണ്ടോ ടോറസ് വരുന്നില്ല. ഇന്ന് ചെക്കൻ്റെ അവസാനം കേട്ടോ ഗൈസ്, ഒന്നും നോക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്ലെയർ ഓഫ് ദി വീക്കൊക്കെ കളിക്കല് ഞാൻ കളിക്കലില്ല. അതിനാണ്ട് ഇട്ട് കൊടുക്കും, പിന്നെ നോക്കുമല്ലോ, ആ ഒരു വിശ്വാസമുണ്ട്. പക്ഷേ നമ്മൾ ഇനി ഇട്ട് കളിക്കുന്ന കേട്ടോ. ഇനിയെങ്കിലും ഗൈസ് പ്ലീസ് കമൻറ്റ്, ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കുറക്കണോ വേണ്ടേ? ലെങ്ത്ത് കുറക്കണോ എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇതേമാതിരി തന്നെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ആയാലും എന്നൊക്കെ പറഞ്ഞവർ കമൻറ്റ് ഇടുക. നമ്മളെല്ലാം സ്വീകരിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഗൈസ്. ബോളും കിട്ടില്ലല്ലോ റൊണാൾഡീഞ്ഞോ. കൈക്കൊന്ന് പോയി ഗൈസ്. ബോളിപ്പോൾ കിട്ടുന്നില്ല നമുക്കൊന്നും. അങ്ങനെ ഇങ്ങനെയും ബോൾ തരില്ല എന്ന് വാശിക്ക് തന്നെയാണ് ഓരും ഗൈസ്. വാൻ ബൂട്ടൺ, മുസിയാല, കാൻഡോണ. ഇതാ ബോൾ കൊണ്ടാ. ബോൾ പോയാ ഡൊനാഡോണി. അവിടെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മുസിയാലാണ് ഉദ്ദേശിച്ചത്. അതെന്താ സാധനം എന്താ? ഞാൻ ഒരു കേളടിച്ച് നേരത്തെ പോയാൽ മതിയെന്ന് വിചാരിച്ചിരിക്കുമ്പോളാണ് കേളല്ലാണ്ട് ഡൊനാഡോണി അടിച്ചെന്നോളൂ. അല്ല ഡൊനാഡോണി അല്ല, ഗൗച്ചോ ഗൈസ്. കണ്ടോട്ടാ, ഇനി ഗോൾ കണ്ടില്ലാറണ്ട. ഗോൾ കാണാത്തതിൻ്റെ പരാതി വേണ്ട. റൊണാൾഡീഞ്ഞോ കേള് ഗോൾ തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ടാവില്ല നിൽക്കറേ. റൈക്കാർഡ്, ബോളായിട്ട് കിട്ടുന്നില്ല. തൊള്ള കിട്ടാത്ത പേര് വരുത് ഗൈസ്. ഒലിവർ ഏതാ കളി? നമ്മൾ വിശ്വസിച്ചാൽ എന്ത് നടക്കും ഗൈസ്? കിണ്ണം തന്നെ. ഓ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? സർവീസ് രാജേഷ് ഇതിൽ ചെക്കന്മാർ നല്ല കളിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കളിച്ചിട്ടുണ്ട്. നേരത്തെ കളിച്ചതിനെക്കാട്ടിയും കളിച്ചിട്ടുണ്ട്, അതും ഉറപ്പായിട്ടാ. നേരത്തെ കളിച്ചതിനെക്കാട്ടിയും കളിക്കുന്നുണ്ടെന്ന് ഉറപ്പായി. നമുക്ക് ഇന്ന് തന്നെ ഒരു 100 കൂടി സ്പിൻ ചെയ്യാൻ കഴിയുന്നതാണ്. അത് നമ്മൾ വേറൊരു വ്ളോഗല്ല, ഷോർട്സാക്കി ഇറക്കുന്നതാണ് ഗൈസ്. ഡൊനാഡോണി, സനേട്ടി, ഡൊനാഡോണി. ഇതിൽ എന്തേലും റൊണാൾഡീഞ്ഞോക്ക് ഒരു പാസ് കൊടുക്കാനാണ് പ്ലാന് ഗൈസ്. മുസിയാല സനേട്ടി കൊടുക്കാൻ നോക്കി, കൊളായി. ഡൊനാഡോണി, കാൻഡോണ, റൊണാൾഡീഞ്ഞോ. എവിടെ കേളല്ലോ വേണ്ടേ? ബുള്ളറ്റാണ് ഇതാ കണ്ടോളി പറഞ്ഞിട്ടോ. കോർണറല്ലേ? അത് അങ്ങനെ സാധനം പോയി മേൽക്കണ്ട് മുന്തിയപ്പോൾ. എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഒന്നും പറയാനില്ല. ഇല്ലോമണ്ണ ഗൈസ്, ഇക്കളി ഒന്ന് ജയിച്ച് കിട്ടണം. സമനിലയാലാണ് എനിക്ക് ചൊറ പറഞ്ഞാൽ. ഇനി ഒരു കളിയും കൂടിയും കളിച്ചണം. ഞാനൊന്നുമില്ല, ഞാൻ നിർത്തി പോകട്ടാ. സമനിലയാൽ നമ്മൾ നിർത്തി പോകും. ജയിച്ചാൽ നമ്മൾ സ്പിന്ന് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് അറിയിക്കാൻ പോകുന്ന വിവരം. ഫസ്റ്റ് ഹാഫ് കഴിയാനായി. ഒരു ഗോള് ആരെ പോസ്റ്റിക്കും വീണിട്ടില്ല എന്നുള്ള ഇതിൽ നമ്മൾ നിൽക്കുകയാണ് ഗൈസ്. റൊണാൾഡീഞ്ഞോൻ്റെ ആകെ ഗോള് ആർക്കൊണ്ട് പോയില്ല. ഗൈസ്, ജോയൽ മാൽ കളിയടോ. കളിക്ക് പെട്ടെന്ന് ടൈമില്ല. പൈസ ഒന്ന് കൊടുത്താ. മുസിയാല, റൈക്കാർഡ്. ഫസ്റ്റ് ഹാഫ് തന്നെ ഒരു ഗോളെങ്കിലും നമുക്ക് ഇട്ടേ പറ്റുള്ളൂ ഗൈസ്. എങ്ങനെയെങ്കിലും ഒരേ ഒരു ഗോള് ഗൈസ് ഫസ്റ്റ് ഹാഫ് തന്നെ നിർബന്ധമാട്ടെങ്കിൽ ഗൈസ്. പാമർ എന്തിനാ വന്നേ? ഇട്ടിടെ ബോള്. എന്ത് തണുപ്പുള്ള സ്ഥലമാണിത്. കോൾഡ് പാമറാണ് ഗൈസ്. ലാസ്റ്റ് വെച്ച് ആ ഗോൾ ഇട്ടല്ലോ. ഇതൊക്കെ അന്നാണ്ട് കൊടുത്തു. ഒന്നും നോക്കില്ല. കീപ്പർ ഇറങ്ങി കണ്ടു ഒറ്റടി. കീപ്പർ ഇറങ്ങി വന്നോ നമുക്കുള്ള ടൈമാണെന്ന് കോൾഡ് പാമർ പറയാട്ടോ. കീപ്പർ ഇറങ്ങി വന്ന് സമാധാനം ഹോത്താഹേ എന്നുള്ള രീതിയിലാണ് കോൾഡ് പാമർ. ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ ഇടുന്ന പറഞ്ഞാൽ നമ്മൾ കളിച്ചു. ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ ഇട്ടു. ഒരു ഗോൾ ഇടുന്ന ഫസ്റ്റ് ഹാഫിൽ കളിച്ചു. നമ്മൾ ഇടാൻ നമ്മൾ സമ്മതിച്ചിട്ടുമില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫിലോട്ട് പോകാമല്ലേ? അതല്ല എൻ്റെ ശരി. അതൊക്കെയാണ് എനിക്കറിയാം.
നമ്മൾ പണ്ട് സീനാണ്ട് ഇതൊക്കെ എന്താ സുഖമായിട്ട് നമ്മൾ ജയിക്കുന്നതുമാണ്. ഞാൻ എനിക്ക് ടച്ച് ഇട്ടാനും വേണ്ടി കാത്ത് കണ്ട് ടച്ച് ഇട്ടിട്ടാ ടച്ച് ഇട്ട് ഓ മുസിയാല കളിപ്പിക്കലട്ടെ ലാസ്റ്റ് കോൾ പാമറിൻ്റെ സ്കില്ലൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ക്രോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ക്യാനോടൊന്ന് കുത്തിക്കാ സ്കാനോ പുറത്തേക്ക് പോവാണ്. എന്തൊരു കഷ്ടമാണ് കഴിച്ചത്. പുറത്തേക്ക് പോയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. നമുക്ക് ലാഭമില്ല, ലാഭം ഇല്ല തന്നെ വേണം പറയാൻ. നമുക്ക് ബോളിൻ്റെ അടുത്ത് പോകാം. ഓ ഇല്ല, മാൻബൂട്ട് എന്ന് ട്രൈ കണ്ണെടുത്താ ഇല്ല 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 ഇല്ല. സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഇത് ലാസ്റ്റ് വെച്ച് ഒരു ഗോൾ എടുക്കും. സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കളി വിജയിച്ചു, അത്രയേ ഉള്ളൂ. എന്നാലും പൊട്ടിയാൽ നമ്മൾ സ്ക്രിപ്റ്റാണ്, പൊട്ടിയില്ലെങ്കിൽ സ്ക്രിപ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഒരു ബുള്ളറ്റ് എടുത്താ നേരെ കൊടുക്കണ്ട ബുള്ളറ്റൊക്കെ. റൈക്കാടെ ഒരു ബുള്ളറ്റ് കൊടുത്താൽ വേണ്ട, മുസിയാല കൊടുക്കണ്ട. കൊടുക്കുമ്പോൾ റൈക്കാട് കൊടുത്താലൊന്നും ശരിയാവില്ല. അതങ്ങനെയാണ് ഗായ്സ്, നമുക്കൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. മാൻബൂട്ടൺ ഓ റൈക്കാടിന് ബുള്ളറ്റ് കൊടുക്കണം അറിയേണ്ടതല്ല, അത് കൊടുത്താൽ വല്ലാത്തൊരു ബുള്ളറ്റ് ഉണ്ടാവും ഗൈസ്. അതുകൊണ്ട് തന്നെയാണല്ലോ റൈക്കാട് ബുള്ളറ്റ് കൊടുക്കാത്തത്. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? റൈക്കാട് ബുള്ളറ്റ് കൊടുത്താൽ പിന്നെ നിങ്ങൾ അവിടെ ചത്തുക്കിടക്കും, നിങ്ങൾക്കറിയാലോ. വെട്ടിക്ക ഫൗളൊന്നും വിളിച്ചിട്ടില്ല, അതായത് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. റൈക്കാട് ഒന്ന് ഓട്. ക്യാൻഡോണൊക്കെ കിട്ടിയാ ഡൊനാഡോണി റൊണാൾഡീഞ്ഞോ കവിച്ചോ റൊണാൾഡീഞ്ഞോ മുസിയാല കിട്ടി. ബുള്ളറ്റ് ഉതിർത്തിട്ടുണ്ട്. ഗോളായിട്ടുണ്ട്. നമ്മളിതേ പൊളിച്ചെടുക്കുകയാണ്. അതും നമ്മളെ വിളിച്ച് വരുത്തിയിട്ട് നമ്മൾ ഓരോ പൊട്ടിക്കുകയാണ് ഗൈസ്. വിളിച്ച് വരുത്തി തട്ടകത്തിൽ പോയി പൊട്ടിക്കുകയാണ്. ഒന്നും നോക്കില്ല, വിരുന്നുകാരുമായി അവിടെ പോയെങ്കിൽ എന്താ തോൽവിയായിരുന്നു അവർക്ക്. ഗൈസ് ഡൊനാഡോണി ഓ ബോൾ പോയി. ഓ അതൊക്കെ എന്ത് ഫൗളാണ് ബ്രദർ, എന്താണ് കള്ളക്കളി ഫൗളായിട്ട് വന്നോളും. എന്താ ചെയ്യപ്പത്തെ കുട്ടികളൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഓർക്കല്ലേ എനിക്കറിയാലോ ഇതൊക്കെ. ഞാൻ പറയട്ടെ അവിടെ പാസ് കൊടുക്കും ഇല്ല. അപ്പം മണ്ടന്മാർ എനിക്ക് തന്നെ ബോൾ കിട്ടുള്ളൂ. കണ്ട ബോൾ കിട്ടുള്ളൂ ഞാൻ പറഞ്ഞേനു, കിട്ടുകയും ചെയ്തു. ഒക്കെ ഒരു ഇതാണ് നേക്കാണ്. ഗോളാവില്ലെന്ന് കണ്ടറിഞ്ഞോളി. ഗോളാവും. കാൻഡോണാണ് അടിക്കുന്നത് ബ്രദർ. ഇറ്റ്സ് കാൻഡോണ. ഡു യു വാണ്ട് ടു ശ്രദ്ധിക്കൽ കാൻഡോണ? അത്രേ പറയുള്ളൂ. ഇന്ന് നമ്മൾ ചെക്കന്മാരെ ഇട്ട് പൂസാൻ പോകണേ. ഏതോ രാജ്യക്കാരാണ് സിർപ്പൂസ്. ആ സിർപ്പൂസിനെ നമ്മൾ ഇട്ട് പൂട്ടിച്ച് ശരിയാവുമോ? ഒരിക്കലില്ല. ഡൊനാഡോണി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദൂരത്ത് അടിക്കാറാണ് ഒറ്റടി. ഓ ഗൈസ് ആ അടി എനിക്ക് ഇഷ്ടമായി. പോസ്റ്റിക്ക് പോയില്ലെങ്കിൽ എന്താ നല്ല അടിയാണ് അടിച്ചത്. അയക്കാടച്ച് ഇങ്ങനെ ആവല്ലേ. കുഴപ്പമില്ല. ഓ ഗൈസ് ദൂരത്ത് നിന്ന് അടിക്കാറാണ് അടിച്ചു. ജസ്റ്റ് മിസ്സാണ്. റൈക്കാട് എന്തിനാ സങ്കടപ്പെടുന്ന കോച്ച്? 3 മുടക്ക് ജയിപ്പിച്ച് കൊടുക്കില്ല ഈ ടീം. കാരണം എന്താ പറയുക, ഡൊനാഡോണി ഒരു ഗോൾ ഇട്ടിനാ ഇതല്ല. ക്യാൻഡോൺ ഇട്ടിക്കണേ, മുസിയാല ഇട്ടിക്കണേ, ഗൗച്ചോ ഇട്ടിക്കണേ എനിക്കറിയില്ല. റൈക്കാടൊന്ന് വെട്ടിക്കാം. ഒക്കെ ഫൗളാണോ? എന്ത് ഫൗളാണ് ബ്രദർ? മഞ്ഞ ചോപ്പാ, മഞ്ഞക്കാട ചോപ്പ് കാടാ മഞ്ഞ, അതൊക്കെ ചെയ്യുന്നു നിസാരം. വിശലങ്ങൾ പോസ്റ്റ് കളി ബ്രദർ, പോസ്റ്റ് കളി. അല്ല ഗോളാകുമ്പോൾ നമുക്ക് എനിക്കറിയാം, അത് വേറെ കാര്യം. അതുകൂടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഗൈസ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ ബോൾ കിട്ടും. നമ്മളെ ട്രിക്കാണ് ഗൈസ്. ജമാൽ മുസിയാല ദൂരത്തു നിന്ന് തന്നെ അടിക്കാൻ അറിയാമെന്നല്ല പറഞ്ഞേ. ആര്? ഡൊനാഡോണി. അത് കാണിച്ചു തന്നിട്ട് പോയാൽ മതി എന്ന് ഡൊനാഡോണിനോട് എല്ലാവരും പറയാണ്. നീ ഗോൾ അടിക്കാൻ ദൂരത്തു നിന്ന് അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഡൊനാഡോണി അത് ബാക്ക് പോണേ. ഒന്ന് എടുക്കടാ. ബോളും കിട്ടില്ലല്ലോ അപ്പം ഗൈസ്, ബോളും കിട്ടില്ല. കളിയും തോൽക്കുന്ന തോന്നണേ. ഓ ഡൊനാഡോണി ദൂരത്തു നിന്ന് അടിക്കണ്ടേ, ഇപ്പം കാണിച്ചു തരാമെന്നാണ് പറയണേ. ഗൈസ് ഡൊനാഡോണി ദൂരത്തു നിന്ന് അടിച്ചാൽ പോരെ, എവിടെ നിന്നാലും അടിച്ചാൽ പോരെ. ഞാൻ അടിച്ചുതരാം. ഇതാ കണ്ടോളി, ഗോൾ കണ്ടോളി പറഞ്ഞോണ്ട് കീപ്പറിൻ്റെ കൈക്കൊക്കെ ഇങ്ങനെ ഉരുട്ടിട്ട് കൊടുക്കൂല, അതേമാതിരി ചിപ്പ് ചെയ്തിട്ട് കൊടുക്കണേ മണ്ടൻ ശിരോണി. ഇനി ബോൾ കിട്ടാൻ കാത്തിക്കണം. ബോൾ കിട്ടിയാലോ അത് ഇനി ഓരേക്കൊന്ന് ഓർക്ക് കിട്ടാൻ നോക്കണം. അത് ക്യാനോണിൽ കിട്ടിയ ഗോളാട്ടാ.
ചിപ്പാണ് ചിപ്പ്. ചിപ്പ് ട്രൈ ഇപ്പം ചെയ്യേണ്ടില്ലേനു ഗൈസ്, ഇപ്പം ചെയ്യേണ്ടില്ലേനു. കുഴപ്പമില്ല കുഴപ്പമില്ല, കയപ്പ് നമ്മക്കില്ലല്ലോ. എടാ അതൊന്നും വിഷയമല്ല, ഒരു കളിച്ചോട്ടെ, വിസിലടിക്കട്ടെ, കളി കഴിയട്ടെ. എടാ ബ്രദർ കളി കഴിഞ്ഞു, നീ പറഞ്ഞിട്ട് കാര്യമില്ല. ഓ ഗൈസ് കളി തന്നെയുണ്ട്. ഓ വിൻസ് 2 ഒബ്ജക്റ്റീവ് കംപ്ലീറ്റഡ്. മിഷൻസിൽ ഇനിയും ഒന്നുകൂടി തന്നാൽ കുഴപ്പമില്ലേനു, പക്ഷേ തരില്ലെന്നൊക്കെ എനിക്കറിയാം. അതാണല്ലോ നിങ്ങളുടെ ശരി. എനിക്കറിയാം, ഞാനെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. പഠിച്ച കള്ളൻ. നമുക്ക് എന്തായാലും പ്ലെയർ ഓഫ് ദി വീക്ക് സ്പിൻ ചെയ്യാൻ പോവാം അല്ലേ. പ്ലെയർ ഓഫ് ദി വീക്ക് നിങ്ങൾക്കൊക്കെ ആരെ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഒന്നും ചെയ്യണില്ല, ഒരു ട്രിക്കൊന്നുമില്ല ഗൈസ്. നമുക്ക് ടാർഗറ്റ് പറഞ്ഞാൽ ഒമർ മർമൂഷെ. ഇതാ ഗൈസ്, സോറി, നമ്മൾ കളക്ട് ചെയ്യാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അതുകൂടി ചെയ്യണമല്ലേ. ഓക്കെ ചെയ്യാലോ ഗൈസ്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉമർ മർമൂഷനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഉമർ മർമൂഷനെ തരുമല്ലേ നോക്കാം. ഒമർ മർമൂഷനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒമർ മർമൂഷനെ നമ്മൾ സൈൻ ചെയ്യുകയാണ്. ഇല്ലേ മർമൂഷല്ലേ? അല്ല ഗൈസ്, മർമൂഷല്ല, ഏതോ കേട്ടോ ഏറ്റവും അടിയത്തെ പ്ലെയർ നീ ഒന്നും പറയാൻ പറ്റില്ല. അതിലേക്ക് വേണ്ട ഗ്രീസ്മാൻ അല്ലേ, നിക്കോളാസ് ഗൊൺസാലസ്. എത്രാമത്തെ പ്ലെയറാണ് വീര്, അത് നിങ്ങൾക്ക് ഒന്ന് കാണണം. ലാസ്റ്റത്തെ എനിക്കൊക്കെ ചെറിയ ലാസ്റ്റത്താണ് അല്ല ഗൈസ്, ഭാഗ്യത്തിൻ്റെ ലാസ്റ്റത്തിന് മുമ്പത്തെ വരിയത്തെ ലാസ്റ്റത്ത്. ഓ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നമ്മൾ പോണേറ്റാ.